നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ പ്രക്ഷുബ്ധമായി തുടരുന്നതിനിടയിൽ ഇറാന് നേരെ 10ാം രാത്രിയിലും അതിശക്തമായ വ്യോമാക്രമണം നടത്തി US സൈന്യം. അതേസമയം മേഖലയിൽ ആക്രമണം വ്യാപിപ്പിച്ച ഇറാൻ കുവൈത്തിന് നേരെയും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഇതോടെ പശ്ചിമേഷ്യൻ മേഖല പൂർണ്ണമായും യുദ്ധഭീതിയിലായി. ഇറാന്റെ പ്രകോപനമില്ലാത്ത ആക്രമണങ്ങൾക്ക് മുന്നിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കിയ US സെൻട്രൽ കമാൻഡ് ഇറാന്റെ സൈനിക കമാൻഡ് സെന്ററുകൾ, മിസൈൽ വിക്ഷേപണ താവളങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച പുതിയ ഘട്ട ആക്രമണം പൂർത്തിയാക്കി. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാകുന്ന ഇറാന്റെ നാവിക ശേഷി പൂർണ്ണമായും തുറക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക വ്യക്തമാക്കി. അതേസമയം അമേരിക്കൻ സഖ്യകക്ഷികളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന ആക്രമണം അയൽരാജ്യമായ കുവൈത്തിലേക്കും വ്യാപിപ്പിച്ചു. കുവൈത്തിന് നേർക്കുവന്ന ഇറാനിയൻ ഡ്രോണുകളെയും മിസൈലുകളെയും തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വ്യോമ അതിർത്തിയിൽ വെച്ച് തന്നെ വിജയകരമായി തകർത്തതായി കുവൈത്ത് സൈനിക വക്താവ് അറിയിച്ചു. ജോർദാനിൽ US സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെ ഇറാന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ തങ്ങൾ പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലാണെന്നും തിരിച്ചടി തുടരുമെന്നും ഇറാൻ വ്യക്തമാക്കിയതോടുകൂടി മേഖലയിലെ സംഘർഷത്തിന് അയവ് വരാത്ത അവസ്ഥയാണ് ഉള്ളത്. ഹോർമൂസ് കടലിടുക്കിലെ വ്യോമ നാവിക പാതകളെ അശാന്തമാക്കി US ഇറാൻ സൈനിക ഏറ്റുമുട്ടൽ കൂടുതൽ പ്രക്ഷുബ്ധമാവുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച 2 എണ്ണക്കപ്പലുകളിൽ ശക്തമായ സ്ഫോടനത്തെ തുടർന്ന് വൻ തീപിടുത്തം ഉണ്ടായതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. കപ്പലുകളിലെ ജീവനക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. മേഖലയിൽ അമേരിക്കൻ വികൃതികൾ തുടരുന്നിടത്തോളം കാലം ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കുമെന്നും ഇവിടെ നിന്ന് എണ്ണയോ വാതകമോ രാസവളങ്ങളോ കയറ്റുമതി ചെയ്യാൻ അനുവദിക്കില്ലെന്നും IRGC മുന്നറിയിപ്പ് നൽകി. ഇറാനിലെ വിവിധ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിവന്ന പുതിയ ഘട്ട വ്യോമാക്രമണങ്ങൾ പൂർത്തിയായതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ തടയുന്നതിനും അവരുടെ സൈനിക ശേഷി തകർക്കുന്നതിനുമായാണ് ശക്തമായ ആക്രമണം നടത്തിയതെന്ന് US വ്യക്തമാക്കി. ഇറാന്റെ സൈനിക കമാൻഡ് സെന്ററുകൾ, നാവിക പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ താവളങ്ങൾ എന്നിവയാണ് പ്രധാനമായും തകർത്തതെന്ന് സെഡ്കോ പ്രസ്താവനയിൽ അറിയിച്ചു. US തിരിച്ചടി ശക്തമായി തുടരുമ്പോഴും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വ്യാപാര ആവശ്യങ്ങൾക്കുള്ള കപ്പൽ ഗതാഗത തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്ന് സെഡ്കോ അവകാശപ്പെട്ടു. കഴിഞ്ഞ മെയ് മാസം മുതൽ ഇതുവരെ 90,000-ഓളം വാണിജ്യ കപ്പലുകളുടെ 45 കോടി ബാരൽ ക്രൂഡ് ഓയിലിന്റെയും സുരക്ഷിതമായ നീക്കത്തിന് US സൈന്യം സഹായം നൽകിയിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു. അന്താരാഷ്ട്ര സമുദ്രപാതയിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന സാധാരണക്കാരായ നാവികർക്കും കപ്പലുകൾക്കും നേരെ ഇറാൻ നടത്തുന്ന അനാവശ്യ അതിക്രമങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ അമേരിക്കൻ സൈന്യം പൂർണ്ണ സജ്ജരാണെന്നും സെഡ്കോ കൂട്ടിച്ചേർത്തു. യുദ്ധത്തിനെതിരെ ഡെമോക്രാറ്റുകൾ അതിനിടെ ഇറാനെതിരെയുള്ള US സൈനിക നടപടികൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി മുൻനിര ഡെമോക്രാറ്റിക് നേതാവും US സെനറ്റ് ന്യൂനപക്ഷ നേതാവുമായ ചക്ക് ഷുമർ രംഗത്തെത്തി. പ്രസിഡന്റ് ട്രംപ് ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്ന ഓരോ നിമിഷവും അമേരിക്കൻ സൈനികരുടെ ജീവൻ കൂടുതൽ അപകടത്തിലാവുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് ഷൂമർ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇറാനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കാനും അമേരിക്കൻ സൈന്യത്തെ തിരികെ വിളിക്കാനും ആവശ്യപ്പെട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയെ കൊണ്ട് സെനറ്റിൽ വീണ്ടും വോട്ടെടുപ്പ് ചെയ്യിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇനി ഇത് തുടരാനാകില്ല, ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്നാണ് ചക്ക് ഷുമർ കുറിച്ചത്. നേരത്തെ കോൺഗ്രസിന്റെ മുൻകൂട്ടിയുള്ള അനുമതിയില്ലാതെ ഇറാനെതിരെ നടത്തുന്ന സൈനിക നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന വാർ പവേഴ്സ് പ്രീമിയം US ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് പാസാക്കിയിരുന്നു. ജൂൺ 24-ന് സെനറ്റിലും പ്രമേയത്തിൽ അംഗീകാരം ലഭിച്ചു. ഡെമോക്രാറ്റുകൾക്കൊപ്പം 4 റിപ്പബ്ലിക്കൻ സെനറ്റർമാർ കൂടി പ്രമേയത്തെ പിന്തുണച്ച വോട്ട് ചെയ്യുകയായിരുന്നു. ഇതോടെ വിഷയത്തിൽ 10ാം തവണയാണ് സെനറ്റ് വോട്ടെടുപ്പിലേക്ക് നീങ്ങിയത്. എന്നാൽ ജനപ്രതിനിധികളുടെയും സെനറ്റിന്റെയും ശക്തമായ എതിർപ്പുകൾ നിലനിൽക്കെ തന്നെ ട്രംപ് ഭരണകൂടം ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങളും സൈനിക നടപടികളും തുടരുന്ന പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം വീണ്ടും ശക്തമാകുന്നത്. ഇതിനിടെ ജോർദാനിലെ മുവാഖാഫ്, സാൽത്തി താവളങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട US സൈനികരുടെ വിവരങ്ങൾ അമേരിക്ക പുറത്തുവിട്ടു. ടെക്സാസ് സ്വദേശി പൈലറ്റ് ഇസമെല്ല ഗോൾസാലാസ് എന്ന 19 വയസ്സുകാരൻ, ഹവായി സ്വദേശി ലഫ്റ്റനന്റ് ടൈനർ ജെയിംസ് ഫീഫാൻ എന്ന 25 വയസ്സുകാരൻ എന്നീ സൈനികരുടെ വിവരങ്ങളാണ് US പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടത്. അമേരിക്കയുമായി ഇപ്പോൾ പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാൻ പ്രതികരിക്കുകയും ചെയ്തു. ബഹ്റൈൻ, ജോർദാൻ, സിറിയ എന്നിവിടങ്ങളിലെ US അനുബന്ധ ലക്ഷ്യങ്ങളിലേക്ക് ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ജോർദാൻ സൈന്യം 3 ഇറാനിയൻ മിസൈലുകൾ വെടിവെച്ചിട്ടു. സംഘർഷം രൂക്ഷമായി തുടരുമ്പോഴും മധ്യസ്ഥ
മുഖേനയുള്ള നയതന്ത്ര സന്ദേശങ്ങൾ കൈമാറുന്നുണ്ടെന്ന് ടെഹ്റാൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഹമാസിന് പുതിയ തലവൻ വന്നതിന് പിന്നാലെ തന്നെ ഹമാസ് കൂടുതൽ ശക്തമായി യുദ്ധത്തിലേക്ക് ഇറങ്ങുമെന്നതിന്റെ സൂചന കൂടിയാണ് ഹമാസിന്റെ പുതിയ തലവൻ നൽകുന്നത്. അതേസമയം ഹമാസിന്റെ പുതിയ തലവൻ അധികാരമേൽക്കുമ്പോൾ യഹ്യ സിൻവാറിനേക്കാൾ 100 ഇരട്ടി ശക്തനായ നേതാവാണെന്നാണ് ഹമാസ് പോരാളികൾ പ്രഖ്യാപിക്കുന്നത്. ഹമാസിന്റെ തലവനായി ഖലീൽ അൽ ഹയ്യയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ തലവനാണ് ഖലീൽ അൽ ഹയ്യ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 2024 ഗാസയിൽ ഇസ്രായേൽ സൈന്യം വധിച്ച യഹ്യ സിൻവാറിന്റെ പിൻഗാമിയായാണ് അൽ യഹിയയുടെ നിയമനം. ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ വധിച്ചതിന് തുടരെയായിരുന്നു യഹ്യ സിൻവാർ ഹമാസ് മേധാവിയായി നിയമിതനായത്. കഴിഞ്ഞ വർഷം ഖത്തറിൽ വെച്ച് നടന്ന ഇസ്രായേലിന്റെ വധശ്രമത്തിൽ നിന്ന് ഖലീൽ അൽ ഹയ്യ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. തിങ്കളാഴ്ച നടന്ന ജനറൽ ഷൂറ കൗൺസിൽ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലാണ് അൽ ഹയ്യ വിജയിച്ചത്. എന്തായാലും ഈ ഒരു രണ്ടാം ജന്മം അള്ളാഹു തന്നത് ഇസ്രായേലിന്റെ പതനത്തിനാണ്, ഇസ്രായേലിന്റെ പൂർണ്ണമായുള്ള നശീകരണത്തിനാണ് എന്നാണ് ഖലിയ പറയുന്നത്. മുൻ രാഷ്ട്രീയ മേധാവിയായ ഖാലിദ് മെഷാലിയായിരുന്നു ഖലീൽ ഹയ്യയുടെ എതിരാളി. ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഇരുവർക്കും പിന്തുണ ലഭിക്കാതിനെ തുടർന്ന് നടന്ന റൺ ഓഫ് വോട്ടെടുപ്പിലായിരുന്നു ഖലീൽ അൽ ഹയ്യ തിരഞ്ഞെടുക്കപ്പെട്ടത്. 2021 ഹമാസ് രൂപപ്പെടുത്തിയ ആഭ്യന്തര നേതൃഘടന അനുസരിച്ച് സംഘടനയുടെ പരമോന്നത സ്ഥാനങ്ങൾ ഗാസ, അധിനിവേശ വെസ്റ്റ് ബാങ്ക്, പ്രവാസി സമൂഹം എന്നീ 3 പ്രധാന ഭൂമിശാസ്ത്രപരമായ മേഖലകളെ പ്രതിനിധീകരിക്കുന്നവയായിരിക്കണമെന്നാണ് വ്യവസ്ഥയുള്ളത്. ഈ നയത്തിൽ അനുസൃതമായാണ് ഗാസയെ പ്രതിനിധീകരിച്ചിരുന്ന നേതാവായിരുന്ന അൽ ഹയ്യയുടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. യുദ്ധകാല ഭരണ നിർവഹണത്തിനായി 2024 അവസാനത്തിൽ രൂപീകരിച്ച 5 അംഗ ഇടക്കാല ഭരണസമിതിയിലെ അംഗമായിരുന്നു അൽ ഹയ്യ എന്ന് പറയുന്നത്. 1987 ഹമാസ് രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിരുന്നു അൽ ഹയ്യ. ആദ്യ ഇത്തിഫാദ കാലഘട്ടത്തിൽ പലതവണ ഇസ്രായേൽ സൈന്യത്തിന്റെ തടങ്കലിലായിരുന്നു ഇയാൾ. തടവിനിടയിൽ കടുത്ത പീഡനങ്ങൾ അനുഭവിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ ഗാസയിലെ ഹമാസ് ഉപനേതാവ്, അറബ് ഇസ്ലാമിക് ബന്ധങ്ങളുടെ ചുമതലയുള്ള ഓഫീസ് മേധാവി തുടങ്ങിയ നിർണായക പദവികൾ ഈ അൽ ഹയ്യ വഹിച്ചിട്ടുണ്ട്. 2012 2014 ഗാസയിലെ യുദ്ധങ്ങൾക്ക് ശേഷമുള്ള വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിന്റെ പ്രധാന പങ്കാളി അല്ലെങ്കിൽ ഹമാസിന്റെ പ്രധാന പ്രതിനിധി സംഘത്തിലെ പ്രധാനി എന്ന് പറയുന്നത് ഇദ്ദേഹമായിരുന്നു. 2023 ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥയിൽ നടന്ന പരോക്ഷ വെടിനിർത്തൽ, ബന്ദി കൈമാറ്റ ചർച്ച ഇവയെല്ലാം നയിച്ചത് അൽ ഹയ്യ തന്നെയായിരുന്നു. 2012 മുതൽ ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോ ഖത്തറിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിനാൽ അദ്ദേഹം പ്രധാനമായും ദോഹയിൽ നിന്നാണ് നയതന്ത്ര പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ഗാസയ്ക്ക് മേലെയുള്ള ഉപരോധം മറികടന്ന് പ്രാദേശിക രാജ്യങ്ങളുമായുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ നിലനിർത്താൻ പ്രധാന പങ്ക് വഹിച്ച നേതാവാണ് അൽ ഹയ്യ. 2023 നവംബറിൽ ലെബനനിലെത്തി ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രതിനിധി സംഘത്തെയും നയിച്ച അൽ ഹയ്യ തന്നെയായിരുന്നു. 2024 ജനുവരിയിൽ ബെയ്റൂത്ത് നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഹമാസ് ഉപരാഷ്ട്രീയ മേധാവി ഹാലിൽ അൽ അറൂറി കൊല്ലപ്പെട്ടപ്പോൾ അൽ ഹയ്യ അതിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. 2007 മെയ് മാസത്തിൽ അൽ ഹയ്യയുടെ കുടുംബ വീട്ടിലുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 2 സഹോദരന്മാർ ഉൾപ്പെടെ 7 ബന്ധുക്കൾ കൊല്ലപ്പെട്ടിരുന്നു. ഹമാസിന്റെ സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡ്സിലെ അംഗമായിരുന്ന മകൻ ഹംസ 2008 ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 2014 ഗാസയിൽ നടന്ന മറ്റൊരു ആക്രമണത്തിൽ അൽ ഹയ്യയുടെ മൂത്ത മകൻ, അതുപോലെ തന്നെ ഭാര്യ, അവരുടെ 3 മക്കൾ എന്നിവരും കൊല്ലപ്പെട്ടിരുന്നു. 2025 സെപ്റ്റംബറിൽ ദോഹയിലെ ഒരു താമസ സമുച്ചയത്തിൽ ലക്ഷ്യമിട്ട ഇസ്രായേൽ ആക്രമണത്തിൽ മകൻ ഹുമാം, ഓഫീസ് ഡയറക്ടർ ജിഹാദ് ലാബ്, 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്നിവരൊക്കെ തന്നെ കൊല്ലപ്പെടുകയും അൽ ഹയ്യ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഈ വർഷം ആദ്യ ഗാസ സിറ്റിയിലെ ദറജ് മേഖലയിൽ ഉണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ മറ്റൊരു മകൻ അസാം പിന്നീട് മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. എന്തായാലും അൽ ഹയ്യയാണ് ആ കുടുംബത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നത്. തന്റെ ഈ രണ്ടാം ജന്മം തീർച്ചയായും തൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ ഇല്ലാതെയാക്കിയ ഇസ്രായേലിൻ്റെയും അമേരിക്കയും പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടിയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് ഹമാസ് തലവനായി അധികാരമേൽക്കുന്നത്.